കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തുറന്നാൽ അതിലേറ്റവും കൂടുതലും കാണുന്നത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉസ്താദ് നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു പ്രഭാഷണത്തിൽ ഉസ്താദ് ഓണം ആഘോഷിക്കരുത് എന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരായ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അദ്ദേഹം അതിൽ എടുത്തു പറയുന്നുണ്ട്. അവരോട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. ഉസ്താദ് നടത്തിയ ആ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ട്രോളുകളും അധിക്ഷേപങ്ങളും ഒക്കെ ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ആ ഉസ്താദിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക മാത്രമല്ല, അതിൻ്റെ പേരിൽ ഒരു സമുദായത്തെയും ആ വിശ്വാസത്തെയും മൊത്തത്തിൽ കളിയാക്കാനും മോശമായി ചിത്രീകരിക്കാനും വലിയൊരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓണം ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ള വിഷയത്തെക്കുറിച്ചല്ല. അത് ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. ഒരു സമുദായത്തിൽപ്പെട്ട വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ മാത്രം ഇവിടെ എല്ലാവരുടെയും ചോര തിളയ്ക്കുന്നതും, അതേസമയം മറ്റു ചിലർ അതിലും ഗുരുതരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നതുമായ നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പ്. ഓണക്കാലം അടുത്തെത്തുമ്പോൾ എല്ലാ വർഷവും വരാറുള്ള ഒരു ചർച്ചയാണിത്, ഓണം ആഘോഷിക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഈ വിഷയത്തിൽ ഓരോ മതത്തിലെയും മതപുരോഹിതന്മാർക്ക് അവരുടേതായിട്ടുള്ള മതപരമായ വീക്ഷണങ്ങളുണ്ട്. ഉസ്താദുമാർ അവരുടെ വീക്ഷണങ്ങൾ പറയുന്നു, പള്ളിയിലച്ചന്മാർ അവരുടേതായ വീക്ഷണങ്ങളൊക്കെ പറയുന്നു. അത്തരത്തിലുള്ള ഒരു പ്രഭാഷണത്തിൽ തൻ്റെ കേൾവിക്കാരോട് സ്വന്തം മതപരമായ കാഴ്ചപ്പാട് വിശദീകരിച്ച ഒരു ഉസ്താദിൻ്റെ വീഡിയോ ക്ലിപ്പ് എടുത്ത് അയാൾ ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു. അതിലുപരി ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും കടന്നാക്രമിക്കാൻ ഇതൊരവസരമാക്കി ചിലർ ഉപയോഗിക്കുന്നു. എന്നാൽ ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഓണം ആഘോഷിക്കരുത് എന്ന് ഒരു ഉസ്താദ് മാത്രമാണോ ഈ നാട്ടിൽ ആദ്യമായി പറയുന്നത്? അല്ല. ഓണം ആഘോഷിക്കുന്നതിനെതിരെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കിയത് ഉസ്താദുമാർ മാത്രമല്ല. സമൂഹ മാധ്യമങ്ങളിൽ മുൻ വർഷങ്ങളിലായിക്കൊണ്ട് പല ക്രൈസ്തവ മേലധ്യക്ഷന്മാരും പള്ളിയിലച്ചന്മാരും സ്വന്തം സഭയിലുള്ളവരോട് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഓണം എന്നത് സാത്താൻ്റെ ആരാധനയാണ്, അതിനാൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങേയറ്റം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ച പള്ളിയിലച്ഛൻ്റെ വീഡിയോ അടക്കം ഒരുപാട് അച്ഛന്മാരുടെ വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലഭ്യമാണ്. അപ്പോൾ ഓണാഘോഷത്തിന്റെ ചൈതന്യം മുഴുവനും ഒരു പൈശാചിക അരൂപിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ് എന്ന് ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ഒരു വിശ്വാസപരമാണ് അനുസരിച്ച് വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മള് പായസം ഉണ്ടാക്കി കുടിക്കുന്നു, കൊടുക്കുന്നു, ഓണസദ്യ ഉണ്ടാക്കി കഴിക്കുന്നു, ആഘോഷിക്കുന്നു, ഭാവിയെ സ്വീകരിക്കാൻ വേണ്ടി ആഘോഷങ്ങൾ ഒഴുകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളുടെ ആ തമ്പരാനും അതിനുള്ള വില എന്താണ്? എന്തോ ഒരു വലിയ എതിർ മേഖലയിലേക്കുള്ള കടന്നുപോകലാണ് അതുവഴിയാണ് നമ്മൾ ചെയ്യുന്നത്. പൈശാചികമായി ആരംഭിക്കുന്നുള്ളത് തുറന്നു കൊടുക്കുന്ന അനുഭവമല്ല ഉണ്ടാകുന്നത്. ലോകത്തിന്റെ അധികാരിയുടെ, ലോകത്തിന്റെ വഴിയുടെ രീതിയാണ്, ലോകത്തിന്റെ പ്രമാണ ശൈലിയാണത്, സാത്താന്റെ ശൈലിയാണ്. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വെറുതെ ഒരു ആഘോഷം. അപ്പൊ നമ്മള് ഈ നന്മയുടേതാണെന്ന് തോന്നിപ്പിക്കുന്നതായ ഈ ആഘോഷവും സന്തോഷം കൂട്ടായ്മ യഥാർത്ഥത്തിൽ അത് ഒരുപാട് പൈശാചിക ആഘോഷം അനുബന്ധമായിട്ട് കറന്ന് കിടക്കുന്ന ലോകത്തിന് കാണുകയാണ്. കാരണം അസുരനെ ഒരു പൈശാചിക വ്യക്തിത്വത്തെ സ്വീകരിക്കാൻ ആഘോഷത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള നന്മയുടെ പല കാര്യങ്ങളുണ്ട്. കൂട്ടായ്മയുണ്ട്, സന്തോഷമുണ്ട്, ആഘോഷമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങളെ കാണാൻ പറ്റും, ഓണം കൊള്ളണം എന്നൊക്കെ പറയുന്നതിന്റെ പേരിൽ എന്ത് നന്മയാണ് ഉള്ളത്? നമുക്കുള്ള ഇല്ലാത്തത് പോലും കടമെടുത്ത് വിറ്റ് തുടച്ചിട്ട് ഒരു ചാപ്പാട് കഴിച്ചിട്ട് ആഘോഷിച്ച് നാളെ എന്താ ചെയ്യും? അങ്ങനെയുള്ള ഒരു ആഘോഷത്തിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ഒരു വ്യക്തിക്ക് സാധിക്കുന്ന കാര്യമല്ല, സ്വീകാര്യമായ ഒരു പാതയല്ലത്. യഥാർത്ഥമായ സൗഭാഗ്യം അങ്ങനെ അല്ല വരേണ്ടത്. അങ്ങനത്തെ ഒരു ഭാഗ്യം മാത്രം ഒരു ആഘോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ലൗകികമായ രീതിയാണ്. ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് കൊണ്ടുകൊടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാതിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതരെ, ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും ഈയെ കട്ടി പറന്നു കയറിയാനും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമൊപ്പ്. സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണാഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടതാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ, അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ. ഒത്തിരി ഉന്നതമായ പ്രത്യാശ നമുക്കുള്ളത്. സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും. അതെനിക്ക് കാണാൻ വരുന്നൊന്നുമല്ല, നമ്മളെ കൂടെ അങ്ങോട്ട് കൊണ്ടാൻ വേണ്ടി വരുന്നതാ. നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല.
നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കാർക്കും പാതാളത്തിൽ പോകണ്ട. ഞങ്ങളുടെ യാതൊരു താല്പര്യമില്ല. പോയവരും ചവിട്ടിത്താക്കിയവരും ഒക്കെ നിങ്ങളുടേതാണ്. ദൈവസമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരുടെ ഓണം പരിപാടിക്ക് അവർക്ക് കൊടുത്തേക്കാം. നമുക്ക് വേണ്ട. നമുക്കുണ്ടല്ലോ ഇഷ്ടം പോലെ ആഘോഷങ്ങൾ. നമുക്ക് ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ? ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കത്തില്ലേ? നമ്മൾ തകർപ്പണ ആഘോഷങ്ങളുള്ളവരല്ലേ? അപ്പൊ അതൊന്നും നോക്കി നമ്മൾ ഈ പാതാളത്തിലേക്ക് പോയവരെന്ന ഓർത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം. എനിക്കൊന്ന് പിതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കണം. ഇനി മേലാല് ഈ പാതാളത്തിലേക്ക് പോയവരുടെയും പാതാളത്തിലേക്ക് ചവിട്ടി തട്ടിയവരുടെയും ഒന്നും ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷമല്ല എന്ന് ചങ്കുറപ്പോടെ പറയാനായിട്ട് പിതാക്കന്മാര് ഉണർന്നെഴുന്നേൽക്കണമെന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. യേശുവും ക്രൈസ്തവ വിശ്വാസവും മാവേലിയും ഓണവുമായിട്ട് എന്തെങ്കിലും പൊരുത്തമുണ്ടോ, ബന്ധമുണ്ടോ? അതുകൊണ്ട് പ്രിയ ദൈവ മക്കളെ, നമ്മൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസം എവിടെ പോയി? എവിടെയാണ് ഇത് ചെന്ന് എത്തിച്ചേരുന്നത്? ഇതിനെക്കുറിച്ച് ആത്മീയ നേതാക്കന്മാർ വളരെയധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ക്രൈസ്തവ മണ്ഡലങ്ങളിലുള്ള യുവജന സംഘടനകൾക്ക് വേറെ പണിയില്ല. യുവജനങ്ങൾക്ക് എന്തെങ്കിലും പണി വേണം. മാവേലിയെങ്കിൽ മാവേലി, അസുരനെങ്കിൽ അസുരൻ, പിശാചെങ്കിൽ പിശാച്. അവന്റെ പേരിലെങ്കിലും ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കാമല്ലോ, കുറെ പണി പരിപാടി നടത്താമല്ലോ. ഇതിന്റെ പുറകെ പോകുന്നത് നമ്മൾ എന്തിനാണ്? സത്യവിശ്വാസികൾ ഇതിന്റെ പുറകെ പോകുന്നത്. വർഷത്തിലൊരിക്കൽ പാതാളത്തിൽ നിന്ന് കയറി വരുന്നവനെ നമ്മൾ ഈ പൂവിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ പാതാളത്തിലോട്ട് പോയവനെ സ്വീകരിക്കാൻ വിശ്വാസികളെല്ലാം മത്സരിക്കുക പൂവിട്ട്. ഇത് പൂർണ്ണമായും ഹൈന്ദവരുടെ ഒരു ആഘോഷമാണ്. ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. അത്രയും ഗുരുതരമായതും മോശമായതുമായ പ്രസ്താവനകൾ നടത്തിയ പള്ളിയിലച്ചന്മാർക്കെതിരെ ആരെങ്കിലും പ്രതികരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് ഇത്തരം ആളുകളുടെ നല്ല ഒന്നാന്തരം ഇരട്ടത്താവ് പുറത്തു വരുന്നത്. ഉസ്താദുമാർ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമാണ് ഇത്തരം ആളുകൾക്ക് വല്ലാത്ത ചൊറിച്ചിൽ. മറ്റു മതങ്ങളിലെ വൈദികരോ പുരോഹിതന്മാരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്നു. ഇത് കേവലം ഓണത്തിൻ്റെ മാത്രം വിഷയമല്ല. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഏത് സാമൂഹിക വിഷയങ്ങൾ വരുമ്പോഴും ഇത്തരം വിവേചനം നമ്മൾ പലപ്പോഴായി കാണാറുള്ളതാണ്. ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ച് ആസൂത്രിതമായ സൈബർ ആക്രമണം നടത്തുന്നു. നോക്കൂ, ഇന്ത്യ എന്നുള്ളത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഓരോ പൗരനും അവൻ്റെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും വിശ്വാസപരമായ ആചാരങ്ങൾ പാലിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു മതപണ്ഡിതൻ തൻ്റെ അനുയായികളോട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം. ആഘോഷങ്ങളിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും അവരുടേതായ വ്യക്തിപരമായ തീരുമാനമാണ്. ഈ ഒരു ഉസ്താദ് പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാവരും ഈ ഓണാഘോഷം നിർത്തിവെക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കണ്ണുമടച്ചനുസരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നോക്കൂ, വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ ആ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് ഒരു സമുദായത്തെ മാത്രം ഉന്നമിച്ചുകൊണ്ടാകരുത്. അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ ഒരു ഉസ്താദിനെ മാത്രം വേട്ടയാടുകയും ഇതിനു മുമ്പ് വളരെയധികം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓണാഘോഷങ്ങളെ അവഹേളിച്ച പള്ളിയിലച്ചന്മാർ പറഞ്ഞ കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നതും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പാണ്.